ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഒടുങ്ങാത്ത ജന്മപാപങ്ങളെ തീർക്കാൻ കലിയുഗവരദനായ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നമ്മൾ ദർശനം കാത്തു നിൽക്കുകയാണ്. ഭക്തകോടികളുടെ ഹൃദയതാപങ്ങളെ ശമിപ്പിക്കുന്ന ഗുരുഭവനപുരീശൻ്റെ തിരുനടയിൽ ഇന്ന് ധന്യമായൊരു മുഹൂർത്തമാണ് ഉണ്ടായത്. ഉച്ചപൂജ കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായിട്ട് കളഭച്ചാർത്തിൽ തിളങ്ങുന്ന ഭഗവാന്റെ ഇന്നത്തെ ദിവ്യരൂപം കാണാൻ അദ്വിതീയമായൊരു ഭാഗ്യമാണ് ഉണ്ടായത്. ഭഗവാന്റെ ഓരോ അലങ്കാരവും വെറും ഒരു കാഴ്ചയല്ല, അത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന പ്രപഞ്ച സത്യങ്ങളാണ്. ഇന്ന് ശ്രീലകത്ത് വാഴുന്ന ആ പൂർണ്ണ ബ്രഹ്മത്തിൻ്റെ രൂപത്തിലേക്ക്, ആ ദർശനത്തിലേക്ക് നമുക്ക് മനസ്സിരുത്തി ധ്യാനിക്കാം. ഇന്നത്തെ കളഭാലങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ശ്രീരാമചന്ദ്രനായിട്ടാണ് നിൽക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ഉത്തമ പുരുഷോത്തമനായ ശ്രീരാമസ്വാമിയായിട്ടാണ് ഭഗവാനെ അലങ്കരിച്ചിട്ടുള്ളത്. ഭഗവാന്റെ ഇടത് കൈയിൽ പ്രപഞ്ചത്തെ മുഴുവൻ വിറപ്പിക്കുന്ന കോദണ്ഡം എന്ന വില്ല് പിടിച്ചിട്ടുണ്ട്. വലത് കൈയിൽ കൂർത്ത അമ്പുണ്ട്. ആ അമ്പ് വില്ലിനോട് ചേർത്ത് പിടിച്ച് ഞാൻ വലിച്ച് അമ്പെയ്യാൻ തയ്യാറായിട്ട് തൊടുത്തു നിൽക്കുന്ന ഭാവത്തിലാണ് ഇന്ന് കണ്ണൻ വിളങ്ങണത്. ഈ അമ്പും വില്ലും വെറുമൊരു യുദ്ധഭാവമല്ല സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിലെ അധർമ്മങ്ങളെയും ഭക്തന്റെ മനസ്സിലെ കാമക്രോധ ലോഭ മോഹങ്ങളാകുന്ന അസുര ശക്തികളെയും നിഗ്രഹിക്കാൻ ഭഗവാൻ എപ്പോഴും സന്നദ്ധനാണ് എന്ന ഉറപ്പാണ് ഈ രൂപം നൽകുന്നത്. ശരണാഗതനായ ഭക്തനെ കാക്കാൻ വില്ലു കുലച്ചു നിൽക്കുന്ന കരുണാമയനായ ശ്രീരാമചന്ദ്രൻ്റെ രൂപമാണ് ഇന്ന് ഗുരുവായൂരപ്പന്. അമ്പും വില്ലും ധരിച്ച് യുദ്ധത്തിന് സന്നദ്ധനായി നിൽക്കുമ്പോഴും ആ തിരുമുഖത്ത് യാതൊരുവിധ കോപവുമില്ല, ഒട്ടും രോഷമില്ലാത്ത അതിമനോഹരമായ ഒരു മന്ദസ്മിതത്തോടെയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീരാമചന്ദ്രനായിട്ട് ഭക്തരെ നോക്കുന്നത്. ചെവികളിൽ സൂര്യപ്രഭയെ വെല്ലുന്ന ചെവിപ്പൂക്കൾ അലങ്കരിച്ചിരിക്കുന്നു. നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപിയുണ്ട്. തിരുമുടിയിൽ പരിപാവനമായ പുണ്യാഹ കിരീടം ചാർത്തിയിരിക്കുന്നു. ഭഗവാൻ ഇന്ന് അയോധ്യയിലെ ലക്ഷണമൊത്ത രാജകുമാരനെ പോലെ അതിശോഭയോടെയാണ് വിളങ്ങുന്നത്. സംസാര സാഗരത്തിൽ വീണുഴലുന്ന മനുഷ്യന് ഭഗവാൻ തൻ്റെ ശാന്തമായ പുഞ്ചിരി വലിയൊരു ആശ്വാസം നൽകുകയാണ്. നീ ഭയപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന അഭയവരദാനമാണ് ആ തിരുമുഖത്തെ മന്ദസ്മിതം. ലൗകിക ദുഃഖങ്ങളാവുന്ന ശരവ്യങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ ഭഗവാന്റെ ഈ രൂപം ധ്യാനിച്ചാൽ മനസ്സിൽ ശാന്തി കൈവരും. ഭഗവാന്റെ തിരുമേനിയിലേക്ക് നോക്കി നോക്കൂ. പീതാംബരധാരിയായ കൃഷ്ണൻ ഇന്ന് ചുവന്ന പട്ടുടുത്ത് കസവോട് കൂടിയിട്ടാണ് വിളങ്ങുന്നത്. ആ ചുവന്ന പട്ട് ഭംഗിയായി ഞൊറിഞ്ഞൊടുത്ത് കുത്തിയൊടുത്തിരിക്കുന്നു. അരിഞ്ഞാണത്തിൽ കിലുങ്ങണ പൊൻകിങ്ങിണികൾ കാണാം. കഴുത്തിലാവട്ടെ അഴകേറുന്ന മുല്ലമൊട്ടുമാലയും തിളങ്ങുന്ന വലിയ ഒരു പതക്കവും ചാർത്തിയിട്ടുണ്ട്. കൈകളിൽ കൈവളകളുണ്ട്, തോൾവളകളുണ്ട്. ചുവന്ന പട്ട് എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ്. വിഷ്ണുവും ശിവനും ദേവിയും ഒന്നായ പൂർണ്ണ ചൈതന്യമാണ് ഗുരുവായൂരപ്പൻ. സർവാഭരണ വിഭൂഷിതനായ ഭഗവാൻ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. തൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ഭൗതികമായ ഉന്നതിയും ആത്മീയമായ മുക്തിയും ഒരുപോലെ നൽകുന്നതാണ് ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ അലങ്കാര പൂർണ്ണത വരുത്തുന്നത് ആ പുഷ്പാലങ്കാരങ്ങളാണ്. തിരുമുടിയിൽ ഇന്ന് 2 ദിവ്യമാലകളാണ് തിരുമുടിമാലയായിട്ട് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് ചുവന്ന തെച്ചിപ്പൂക്കളും തുളസിയും ചേർന്ന് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. മറ്റൊന്ന് വെളുത്ത പൂക്കളും തുളസിയും കൂടി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. കഴുത്തിൽ നോക്കി നോക്കൂ, അതിമനോഹരായ 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. താമരപ്പൂക്കൾ ധാരാളമായിട്ട് കോർത്ത് അതിനിടയിൽ തുളസിയും തെച്ചിയും ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഉണ്ടമാലകൾ.
ഇതൊന്നും കൂടാതെ മേലാപ്പായിട്ട് അല്ലെങ്കിൽ വിധാനമായിട്ട് 6 ഉണ്ടമാലകൾ വേറെയും ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയും ചേർന്നത് 2 തെച്ചിയും തുളസിയും ചേർന്നത് 2, വെളുത്ത പൂക്കൾ മാത്രമുള്ളത് 1. ഭഗവാന് ഇഷ്ടപ്പെട്ട തുളസിപ്പൂക്കൾ മാത്രമുള്ള മാലയുണ്ട് 1. താമര എന്ന് പറയുന്നത് ഭക്തിയുടെയും വൈരാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. തുളസി ഭഗവത് പ്രിയയും ജ്ഞാനസ്വരൂപിണിയാണ് എന്നാണ്. തെച്ചി കർമ്മശുദ്ധിയെയാണ് കാണിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള ഈ പുഷ്പങ്ങൾ പ്രകൃതിയുടെ വൈവിധ്യത്തെയും ആ പ്രകൃതി തന്നെ ഭഗവാന്റെ കാൽക്കൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. ആ ഒരു വിശ്വസത്യത്തെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഈ കലിയുഗത്തിൽ ഭഗവത് നാമജപത്തോളവും ഭഗവാന്റെ വിഗ്രഹരൂപം മനസ്സിൽ ധ്യാനിക്കുന്നിടത്തോളവും വലിയൊരു പുണ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർണ്ണനയിൽ കൂടി ഭഗവാന്റെ ദിവ്യരൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അമ്പും വില്ലും തൊടുത്ത് നിൽക്കുന്ന ആ ധീരവും ശാന്തവുമായ ശ്രീരാമസ്വരൂപത്തെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താം. നമുക്ക് ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം. നമ്മുടെ എല്ലാ ദുരിതങ്ങളും ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് കൈകൾ കൂപ്പി കണ്ണീരോടെ പ്രാർത്ഥിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.